ഹായ് ഓൾ, നമ്മളിന്ന് +1 ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു വളരെ ഫാസ്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നല്ല സ്മാർട്ടായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ വരും, ശ്രദ്ധിച്ചോളൂ. എന്താണ് ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ 3 സിസ്റ്റംസ്? ഏതാണ്? എ, ബി ആൻഡ് സി ഇൻ കോണ്ടാക്ട് ഡിമാൻഡ്സ് ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയാം. നമുക്ക് എ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അത് സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ബി എന്ന് പറയുന്ന സിസ്റ്റവും സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഇഫ് എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സി, ദെൻ എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ എന്നല്ലേ നമ്മൾ പഠിച്ചേ. അപ്പോൾ ഇവിടെ ഇതിന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇവിടെ 3 പേരും തെർമൽ ഇക്വിലിബ്രിയത്തിൽ, എയും ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? എ, ബി ആൻഡ് സി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നല്ല എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു, ഫാസ്റ്റ് ആയിരിക്കണം. എ സാമ്പിൾ ഓഫ് 0.1 കിലോഗ്രാം water at 100 degrees Celsius and normal pressure 1.013 into 10⁵ Pascal requires 54 calorie of heat to convert steam at 100 degrees Celsius. നമ്മുടെ കയ്യിൽ 0.1 ഗ്രാം വാട്ടർ ഉണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ മാസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ വാട്ടറിൻ്റെ മാസ് 0.1 ഗ്രാം ആണ്. ഓക്കെ, വാട്ടറിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറാണ്. ഇനി പ്രഷർ 1.013 into 10⁵ Pascal ആണ്. റിക്വയർസ് 54 കലോറി എന്നാണ്. അപ്പോൾ നമുക്ക് കഥകളൊക്കെ എഴുതാം. പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷർ എന്ന് പറയുന്നത് 1.013 into 10⁵ ആണ്. ഇനി എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വേണം? ക്യൂവിൻ്റെ വാല്യൂ 54 കലോറി എന്നാണ്. അപ്പോൾ 54 into 4.2 ജൂൾ എന്നാണ്. ഇതിനെ ഡെൽറ്റ ക്യൂ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് വോളിയം തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് 167.1 cc എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 10⁻⁻² ക്യൂബ്. ഓക്കെ, അപ്പം മീറ്റർ ക്യൂബ് ആവും. അപ്പം -6 എന്ന് വരും. ഓക്കെ, ഇനിഷ്യൽ വോളിയം 0 ആണെന്നിരിക്കട്ടെ സ്റ്റീമിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ ആൻസർ എത്ര വരും? 167.1 into 10⁻⁻6 മീറ്റർ ക്യൂബ് എന്നാണ് നമ്മുടെ വോളിയത്തിൻ്റെ ആൻസർ. ഇനി ഈ വോളിയം എന്ന് പറയുന്നത് ഡെൽറ്റ വി ആണ്, ചേഞ്ച് ഓഫ് വോളിയം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് വോളിയത്തിൻ്റെ ആൻസർ അറിയാം. ഇനി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നമ്മുടെ ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഒരു കുഴപ്പമില്ല മക്കളെ. ഇനി ഇതിൽ വാല്യൂസ് പറക്കിയിടുക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഡെൽറ്റ യു ആണ് ചോദ്യം. അപ്പോൾ ഡെൽറ്റ യു എങ്ങനെ കാണൂടാ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാം ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എഴുതി മൈനസ് വർക്കിൻ്റെ ആൻസർ നമുക്കറിയാം പി ഡെൽറ്റ വി ആണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഷർ ഇൻറ്റു ചേഞ്ച് ഓഫ് വോളിയം. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ടോ നമുക്ക് നോക്കാം. ക്യൂ ഉണ്ട്, പി ഉണ്ട്, ഡെൽറ്റ വി ഉണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് 54 into 4.2 എഴുതി മൈനസ് പിയുടെ വാല്യൂ നമുക്കിവിടെ ഉണ്ട് 1.013 into 10⁵ ഇൻറ്റു ഡെൽറ്റ വിയുടെ ആൻസർ 167.1 into 10⁻⁻6. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങളുടെ ആൻസറായി. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിനെ ഒരു 4 എന്ന് ഞാൻ അങ്ങ് എടുക്കാം. അപ്പോൾ 4 into 54 എടുക്കാം. അപ്പോൾ അപ്രോക്സിമേഷൻ നടത്തുകയാണേ. 16 4 21 216. ഇതിൻ്റെ ആൻസർ 216 മൈനസ് ഇതിന് നമുക്ക് 1 എന്ന് എടുക്കാം. ഓക്കെ, 1 into ഇത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 167 തന്നെ 0.1. ഇനി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ -1 10⁻⁻1. അപ്പോൾ ഇത് എത്ര വരും? 216 മൈനസ് 16.71 എന്ന് വരും. 7 മതി. അപ്പോൾ ആൻസർ ഇവിടെ ആൻസർ 3 പറഞ്ഞോളൂ 9 പിന്നെ 0 209 അപ്രോക്സ്. 209 വളരെ ക്ലോസ് ആയിട്ടുള്ള ആൻസർ ഏതാ? 208. അതാണ് ആൻസർ. 208.7. പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പോൾ പി വി നമ്മുടെ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അറിയാമെന്നുള്ള എല്ലാ ആളുകളും ചെയ്യാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാത്ത് ഫംഗ്ഷൻ? അപ്പോൾ പാത്ത് ഫംഗ്ഷൻ അല്ലാത്ത ഏത്? നമ്മുടെ ഇൻറ്റേർണൽ എനർജി മാത്രമാണ് പാത്ത് ഫംഗ്ഷൻ അല്ലാത്തത്, ബാക്കി എല്ലാം പാത്ത് ഫംഗ്ഷനാണ്. അപ്പോൾ പാത്ത് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതിൽ ഇൻറ്റേർണൽ എനർജിയാണ് പാത്ത് ഫംഗ്ഷൻ അല്ലാത്തത്. അപ്പോൾ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടിപൊളിയല്ലേ? അപ്പോൾ പാത്ത് ഫംഗ്ഷൻ അല്ലാത്തത് ഇൻറ്റേർണൽ എനർജി മാത്രമാണെന്നുള്ള ബോധം വേണം, ബാക്കിയെല്ലാം പാത്ത് ഫംഗ്ഷൻസാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ഇൻ എ ഗിവൺ പ്രോസസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0, ഡെൽറ്റ ക്യൂ ഡി ക്യൂ ലെസ് ദാൻ 0 എന്നാണ്. എന്നാൽ അതെന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് നമുക്കറിയാം അല്ലേ? ഇതിൽ ഡി എന്നുള്ളതിനൊക്കെ ഞാൻ ഡെൽറ്റ എന്ന് എഴുതി, അത്രേ ഉള്ളൂ. ഇനി നമുക്കിവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്നാണ്. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഷുവർലി ഡെൽറ്റ യുവും ലെസ് ദാൻ 0 ആയിരിക്കും ഈ ഇക്വേഷൻ അനുസരിച്ച്, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയും. ഇൻറ്റേർണൽ എനർജി കുറയും എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ആൻസർ എ ആണ്, ഇത് പ്രയാസമില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതി. ഇതിനകത്ത് തന്നിരിക്കുന്നത് എന്താണ്? ഡെൽറ്റ ഡബ്ല്യു 0 എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ അത് കളഞ്ഞു. ബാക്കി ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇതിൽ ഡെൽറ്റ ക്യൂ ലെസ് ദാൻ 0 എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഡെൽറ്റ യുവും ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയും, അപ്പോൾ ടെമ്പറേച്ചർ കുറയും. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഫാസ്റ്റ് ആയിരിക്കണം. ദ ഹീറ്റ് സപ്ലൈഡ് ടു എ ഡയറ്റോമിക് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഒരു ഡയറ്റോമിക് ഗ്യാസിന് ഹീറ്റ് സപ്ലൈ ചെയ്തു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ. ഡെൽറ്റ ക്യൂ ഈസ് ടു ഡെൽറ്റ യു ഈസ് ടു ഡെൽറ്റ ഡബ്ല്യു എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ആൻസർ നമ്മൾ എഴുതുകയാണ്. ഡയറ്റോമിക്കിൻ്റെ സി വി വാല്യൂ എത്ര മക്കളെ? 5/2 R അല്ലേടാ. സി പി വാല്യൂ എത്ര? 7/2 R അല്ലേ? ഇത് രണ്ടും നമുക്കറിയാം. ഇനി നമ്മൾ ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കുകയാണ്. ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കാൻ എന്താ വഴി? സാധാരണഗതിയിൽ ക്യൂ കാണാൻ എം സി ഡെൽറ്റ ടി ആണ്. ഇവിടെ എൻ സി ഡെൽറ്റ ടി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് പ്രഷർ, കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ സി പി എന്ന് ഞാൻ ഇട്ടു, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. എന്നിൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ. സി പിയുടെ വാല്യൂ 7/2 R ആണ്. ഇനി ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസറാണ്. ഇനി ഡെൽറ്റ യു കണ്ടുപിടിക്കണം. അത് നമുക്ക് അറിയാമെന്നുള്ളതാണ്. നമ്മുടെ കൈനറ്റിക് തിയറിയിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇക്വേഷൻ? എൻ സി ഡെൽറ്റ ടി തന്നെ, ഇവിടെ സി വി ആണെന്നേ ഉള്ളൂ. ഓക്കെ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇതിൽ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. പറഞ്ഞോളൂ. എന്താണ്? എൻ എഴുതി. സി വിയുടെ വാല്യൂ 5/2 R ആണ്. ദെൻ ഡെൽറ്റ ടി. അപ്പോൾ രണ്ട് കാര്യങ്ങളായി. ഇനി നമുക്ക് അറിയാമെന്നുള്ളത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ് അല്ലേ? നമുക്കിനി ഡെൽറ്റ ഡബ്ല്യു എങ്ങനെ കാണും? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു എന്നാണ്. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് കൂടെ ചെയ്ത് വരണം കേട്ടോ. ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസർ എൻ 7/2 R ഡെൽറ്റ ടി എന്നാണ്. മൈനസ് ഡെൽറ്റ യുവിൻ്റെ ആൻസർ എൻ 5/2 R ഡെൽറ്റ ടി എന്നാണ്. ഇത് മൈനസ് ചെയ്യുമ്പോൾ രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് അങ്ങോട്ട് എഴുതുക. എൻ ആർ ഡെൽറ്റ ടി രണ്ടിലുണ്ട്. 7/2 നിന്ന് 5/2 മൈനസ് ചെയ്താൽ എത്ര വരും? 2/2. അപ്പോൾ എൻ ആർ ഡെൽറ്റ ടി എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ എഴുതാം. ഡെൽറ്റ ക്യൂ ഈസ് ടു ഡെൽറ്റ യു ഈസ് ടു ഡെൽറ്റ ഡബ്ല്യു എത്ര എന്നാണ് ചോദ്യം. ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. എത്രയാണ്? എൻ 7/2 R ഡെൽറ്റ ടി. ഓക്കെ, ഈസ് ടു ഡെൽറ്റ യുവിൻ്റെ ആൻസർ ഉണ്ട്. എൻ 5/2 R ഡെൽറ്റ ടി. ഈസ് ടു അടുത്ത ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. എൻ ആർ ഡെൽറ്റ ടി. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയുക, ബാക്കി എഴുതുക. പറഞ്ഞോളൂ. ആർ ഡെൽറ്റ ടി എല്ലാത്തിലും ഉണ്ട്, കട്ട് ചെയ്തു. ബാക്കി എന്നും കട്ട് ചെയ്തു, എന്നും കട്ട് ചെയ്തു. ബാക്കി നിങ്ങൾ തന്നെ പറയുക. ആദ്യത്തേൽ 7/2 ഈസ് ടു, രണ്ടാമത്തേൽ 5/2 ഈസ് ടു, അടുത്തതിൽ 1. മൊത്തത്തിന് ഞാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് വരും? ഓരോ ടേമിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ആദ്യത്തേൽ 7 വരും അല്ലേ? അപ്പോൾ 7 ഈസ് ടു, രണ്ടാമത്തേൽ 5 വരും, ഈസ് ടു 2. അപ്പോൾ ആൻസർ കിട്ടിയോ? 7 ഈസ് ടു 5 ഈസ് ടു 2 ആയിരിക്കും. എന്ത് പ്രയാസമാണ്? ഓർത്ത് വയ്ക്കുക. ഡെൽറ്റ ക്യൂ ആണുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ എം സി ഡെൽറ്റ ടിയെ മനസ്സിൽ കാണുക. എൻ ഇവിടെ എമ്മിന് പകരം എൻ. അപ്പോൾ എൻ ഇവിടെ സി എന്താണ്? സി പി ആണ്. ഇനി ഡെൽറ്റ യു കാണുമ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ, പക്ഷെ അവിടെ സി എന്താണ്? സി വി ആണ്. അത് മാത്രം ആലോചിക്കുക.
എന്നിട്ട് നിരത്തെ പിടിച്ച് വയ്ക്കുക, എന്നിട്ട് കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്ത് കളയുക, ബാക്കി എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എന്താ? സിലിണ്ടർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ അറ്റ് പ്രഷർ 249 കിലോ പാസ്കൽ, ടെമ്പറേച്ചർ 27, ഡെൻസിറ്റി എത്രയാണ്? അപ്പം നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. എന്താണ്? പ്രഷർ തന്നിട്ടുണ്ട് 249 കിലോ പാസ്കൽ, അപ്പോൾ ഇൻറ്റു 10⁻3. ഓക്കെ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ്, അത് 273 ആഡ് ചെയ്യുമ്പോൾ എത്രയാവും? 300 കെൽവിൻ എന്നാവും. ഇനി അതിൻ്റെ ഡെൻസിറ്റി എത്രയെന്നാണ് ചോദ്യം. ഓക്കെ. ഒരു ഗ്യാസ് ആണ് ഇതിനകത്തുള്ളത് എന്നറിയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. PV = nRT എന്നെഴുതാം. ഓക്കെ. ഇനി ഇതിനകത്ത് n എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഇനി ഇതും കൂടെ ഇടാം. ഇപ്പോൾ PV പറയൂ m/m RT എന്നെഴുതാം. പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഞാനിവിടെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നു. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിനകത്തുനിന്ന് വോളിയം എന്ന് പറയുന്ന ടേമിനെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ എന്തായി? P = m/വോളിയം ദെൻ RT/m എന്നായി. ഓക്കെ. അപ്പോൾ P = ρRT/m എന്നായി. ഇതുവരെ പ്രശ്നമൊന്നും ആർക്കും തോന്നിയിട്ടില്ല. ഇനി നമുക്കിവിടെ വേണ്ടത് ഡെൻസിറ്റിയാണ്. ക്രോസ് ചെയ്ത് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ഡെൻസിറ്റി = PM/RT. ഓക്കെ. PM/RT എന്ന് ആൻസർ കിട്ടി. ഇനി വാല്യൂ ഇടാൻ പോവാണ്. പിയുടെ വാല്യൂ 249 × 10⁻³ ആണ്. എമ്മിൻ്റെ ആൻസർ എത്രയാണ്? എം വരുന്നത് നമ്മുടെ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ മാസ് എത്ര? 2 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 × 10⁻³ കിലോഗ്രാമാണ്. അപ്പോൾ 2 × 10⁻³ കിലോഗ്രാം. ഓക്കെ. ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ 8.31 ഇൻറ്റു ടിയുടെ വാല്യൂ ഇവിടെ 300. ഇനി ഇത് നമുക്ക് അപ്രോക്സിമേഷൻ ചെയ്ത് അങ്ങ് ചെയ്യാം. ഈ മേളിലുള്ളത് 250 എന്ന് എടുക്കാം ഞാൻ. 250 × 2 അപ്രോക്സിമേറ്റ്ലി 500 അങ്ങനെ ഇട്ടു. ബാക്കി 10 ഇത് രണ്ടും ക്യാൻസലായി പോയി. ബാക്കി താഴെ 8 ഉണ്ട്. 8 എന്നെടുത്താൽ മതി. ഇനി 300 എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. 5/24. ഓക്കെ. അപ്പോൾ 5/24 എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അല്ലെങ്കിൽ 5/25 എന്നെടുത്തോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. 1/5 എന്നായി. 1/5 എന്ന് പറയാം 0.2 അപ്രോക്സിമേറ്റ്ലി. 0.2 എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അപ്രോക്സിമേറ്റ് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അപ്രോക്സിമേഷൻ നടത്താം. എൻട്രൻസ് അല്ലേ, ഷാർപ്പായിട്ട് കുത്തിയിരുന്ന് ചെയ്യാൻ തുടങ്ങിയാൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് എൻട്രൻസ് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമയം പഴിക്കളായിരിക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. എന്താണ്? ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോസ് 4 ഡിഫറെൻറ്റ് പ്രോസസ്സസ് ആസ് ഇൻ ഫിഗർ. ദോസ് പ്രോസസ്സസ് ആർ അഡയാബാറ്റിക്, ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്. വിച്ച് റെപ്രസെൻറ്റ്സ് അഡയാബാറ്റിക്? ഇതിനകത്ത് അഡയാബാറ്റിക് ഏതാണ്? നമ്മുടെ പിയും ഇവിടെ വിയും കണക്ട് ചെയ്തുള്ള ഗ്രാഫാണ്. ഇതിൽ ഐസോതെർമൽ ആയാലും അഡയാബാറ്റിക് ആയാലും ഇങ്ങനെ തന്നെയാണ് ഗ്രാഫ് വരുന്നത് അല്ലേ? ഇങ്ങനെ തന്നെയാണ് ഷേപ്പ്. ഇനി സ്റ്റീപ്പർ ഏതാ? അഡയാബാറ്റിക് ആണ്. സോ ഇറ്റ്സ് സ്ലോപ്പ് ഈസ് ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്ത് സ്റ്റീപ്പറായിട്ട് ഈ രണ്ടെണ്ണത്തിൽ ഇത് 3ഉം ഇത് 2ഉം ആണ്. അപ്പോൾ ഇതിൽ സ്റ്റീപ്പറായിട്ട് നിൽക്കുന്നത് 3 ഇവിടെ കിടക്കുകയാണ്. ഇനി 2 എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്റ്റീപ്പറാണ്. അപ്പോൾ ഇതാണ് സ്റ്റീപ്പർ. അപ്പോൾ സ്റ്റീപ്പർ ആണെന്നുണ്ടെങ്കിൽ അതാണ് അഡയാബാറ്റിക്. അപ്പോൾ ഇത് അഡയാബാറ്റിക് ആണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റീപ്പറായിട്ടുള്ളത് 2 ആണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 2 cylinders A and B of equal capacity are connected to each other via a stopcock. ഇപ്പോൾ 2 സിലിണ്ടേഴ്സ് ഉണ്ട്, എയും ബിയും. രണ്ടിൻ്റെ വോളിയം സെയിം, ഈക്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം സെയിം. കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ സ്റ്റോപ്പ് കോക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് കോക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ NCERT-യിൽ വരുന്നൊരു പ്രോബ്ലമാണ്. എ കണ്ടെയ്ൻസ് ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് അറ്റ് STP. എയുടെ അകത്ത് ഐഡിയൽ ഗ്യാസ് ഉണ്ട്. ഇനി അടുത്ത ബി ഈസ് ഇവാക്യുവേറ്റഡ്. ബി ഇവാക്യുവേറ്റഡ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ എന്താണ് സ്റ്റോപ്പ് കോക്ക് തുറന്നു അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻറ്റയർ സിസ്റ്റം ഈസ് തെർമലി ഇൻസുലേറ്റഡ്. അപ്പോൾ വെളിയിൽ നിന്ന് അകത്തോട്ടോ അകത്തുനിന്ന് പുറത്തോട്ടോ ഹീറ്റ് പോകത്തില്ല. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഇനി എന്താണ് സംഭവം? ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ്. ഇൻസുലേറ്റഡ് ആണ്. അകത്തുനിന്ന് പുറത്തേക്ക്, പുറത്തുനിന്ന് അകത്തേക്ക് ഹീറ്റ് കയറില്ല. അപ്പോൾ എന്ത് പ്രോസസ്സ് നോക്കലേ? അഡയാബാറ്റിക് ഇടാം. അപ്പോൾ ബി ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എളുപ്പമല്ലേ? ഇത് വേറെ ഒന്നും ചോദിച്ചില്ല.
ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ഹീറ്റ് ഈസ് നെയ്തർ അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യാത്ത പ്രോസസ് ഏത്? അഡയാബാറ്റിക്. അപ്പം അതിൻ്റെ ആൻസർ സി ആണ്. നല്ല എളുപ്പം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ തെർമോഡൈനാമിക് പ്രോസസ് ഈസ് ക്യാരിയഡ് ഔട്ട് ഫ്രം ആൻ ഒറിജിനൽ സ്റ്റേറ്റ് ഡി ടു ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇ ബൈ എ ലീനിയർ പ്രോസസ്. അപ്പോൾ ഒരു പ്രോസസ്സ് നടന്നു, ഡി ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഡിന്ന് ഇയിൽ പോയി, ഇന്ന് എഫിൽ വന്നു, എഫിന്ന് തിരിച്ച് ഡിയിലേക്ക് വന്നു. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി അല്ലേ? അപ്പോൾ ഒരു ക്ലോസ്ഡ് സാധനം കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഏരിയ എടുത്താൽ എന്തായി? വർക്ക് കിട്ടും. അങ്ങനെയല്ലേ? വർക്ക് ഡൺ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? പറഞ്ഞോളൂ. വർക്ക് കാണാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലല്ലോ, ഡി എഫിൻ്റെ ഏരിയ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഹാഫ് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് 7 നിന്ന് 3 പോയ 4. ഓക്കെ, മീറ്റർ ക്യൂബാണ്. എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതാണ്. 600 നിന്ന് 200 പോയ 400. ഓക്കെ, 400. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 2. അപ്പോൾ ആൻസർ 800 ജൂൾ എന്നാണ്. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടിപൊളിയല്ലേ? സിമ്പിൾ അല്ലേ? അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. ഇതിൻ്റെ സൈക്ലിക് പ്രോസസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചേഞ്ച് ഇൻ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. എന്താണ്? സൈക്ലിക് പ്രോസസ് ആകുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അത്ഭുത സംഭവമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് സി ആണ് എൻ്റെ ആൻസർ. അത് അറിഞ്ഞുകൂടാത്തവർ അത് ഓർത്ത് വെച്ചേക്കണം. സൈക്ലിക് പ്രോസസ്സാണ്, ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെന്താണ് പറഞ്ഞത്? അവിടുത്തെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എത്ര? 0. ഓക്കെ, ഓർത്ത് വെച്ചോണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ അഡയാബാറ്റിക് പ്രോസസ്, ഒരു അഡയാബാറ്റിക് പ്രോസസ്സിൽ ദ ഗ്യാസ് ഈസ് ചേഞ്ച്ഡ് ഫ്രം P1 V1 T1 ടു P2 V2 T2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അഡയാബാറ്റിക് ആണ്. അഡയാബാറ്റിക്കിൻ്റെ കണ്ടീഷൻ TV റൈസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ T1 V1 റൈസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു T2 V2 റൈസ് ടു ഗാമ മൈനസ് 1 ആയിരിക്കും. അതാണ്. അപ്പോൾ ആൻസർ എ ആണ്, 12. ഓക്കെ, വല്ല പാടും ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണോ ഉള്ളത്? അടുത്ത ആൻ ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ് ആകുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? റീസ് എന്താണ് ഉള്ളത് പറയണം. ഹീറ്റ് ഈസ് നോക്കുക, ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് ആകുമ്പോൾ ഡെൽറ്റ യുവിൻ്റെ ആൻസർ 0 എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണെന്നറിയാം. അപ്പോൾ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 0 ആണ്. അപ്പോൾ ഈ ആക്ച്വലി ഇത് വെച്ചിട്ട് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 0 ആയതുകൊണ്ടാണ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജിയും 0 ആയത്. ഇത് രണ്ടും നമുക്കറിയാം. ഇനി എനിക്കറിയാവുന്ന കാര്യം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ ഇത് 0. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ പറയുക ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഇത് ഈ നോക്കുന്ന ആളിന് മനസ്സിലാവും. ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, ഇതെന്ന് പറഞ്ഞാൽ വർക്കാണ്. ഗിവൺ ഹീറ്റ് സപ്ലൈഡ് ഈസ് യൂസ്ഡ് ഫോർ വർക്ക്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് ഈസ് യൂസ്ഡ് ടു ഡു വർക്ക് അഗൈൻസ്റ്റ് സറൗണ്ടിങ്സ്, എക്സ്റ്റേണൽ സറൗണ്ടിങ്സ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ബി ആണ് ആൻസർ. നല്ല എളുപ്പം, പ്രയാസമൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ? സൈക്കിൾ ടയർ ബേഴ്സ് സഡൻലി. അപ്പോൾ നമ്മുടെ ഓപ്പൺ എയറിലോട്ട് ടയർ പടക്കനെ പൊട്ടി അങ്ങ് തെറിച്ചു. അപ്പോൾ ഫ്രീ എക്സ്പാൻഷനാണ്, സഡൻ എക്സ്പാൻഷനാണ്. സഡൻ എക്സ്പാൻഷൻ ഈസ് അഡയാബാറ്റിക് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. നല്ല എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. ഇൻ സൈക്ലിക് പ്രോസസ്സസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എത്ര? അപ്പോൾ നമുക്ക് നോക്കാം. സൈക്ലിക് പ്രോസസ് ആണ്. സൈക്ലിക് പ്രോസസ്സിൽ നമുക്കിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഡെൽറ്റ യുവിൻ്റെ ആൻസർ 0 ആണ്. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഇത് 0 കൊടുത്താൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. അപ്പോൾ വർക്ക് ഡൺ എന്തിന് ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗിവൺ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗിവൺ. കണ്ടോ? ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് കേട്ടപ്പോൾ നമ്മൾ മേടിച്ചു, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അത് എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ടെൻഷൻ ഒന്നും പിടിക്കേണ്ട. ഹാപ്പി ആയിട്ട് എക്സാമുകളൊക്കെയാണ്, പലർക്കും എൻട്രൻസ് എക്സാമുകളൊക്കെയാണ്. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയിട്ട് എഴുതിയിട്ട് വരിക. അപ്പോൾ നമുക്ക് വേറൊരു ചാപ്റ്ററുമായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.